അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന അതീവ ഭയാനകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ ആകാശത്ത് പുകയുന്ന യുദ്ധസമാനമായ ഈ സാഹചര്യം ഒരുപക്ഷെ ലോകം ഇതുവരെ കാണാത്ത വലിയൊരു വിപത്തിന്റെ തുടക്കമാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായിട്ട് പുറത്തു വരുന്ന വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് അത്തരമൊരു വൻ ദുരന്തത്തിലേക്ക് തന്നെയാണ്. ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ വെച്ച് അമേരിക്കയുടെ കരുത്തുറ്റ A-10 യുദ്ധവിമാനം കൂടി വെടിവെച്ചിട്ടതായിട്ട് ഇറാൻ ഔദ്യോഗികമായിട്ട് അറിയിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ഇത് വെറുമൊരു പ്രകോപനമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന എന്തോ വലിയൊരു സംഭവത്തിന്റെ മുന്നോടിയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ അഭിമാനമായ F-15 വിമാനവും ഇറാൻ തകർത്തിരുന്നു. ഇതിന് പിന്നാലെ വീണ്ടും ഒരു ആക്രമണം കൂടി ഉണ്ടായത് അമേരിക്കയെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ സംഘർഷത്തിന്റെ ഏറ്റവും നിർണായകമായ വശം പൈലറ്റുമാരുടെ അവസ്ഥയാണ്. ദക്ഷിണ ഇറാനിൽ തകർന്നു വീണ അമേരിക്കൻ ഫൈറ്റർ ജെറ്റ് USS F-15E പൈലറ്റ് ഇറാന്റെ പിടിയിലാണ് എന്ന തസ്നീം ന്യൂസ് ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. വിമാനത്തിൽ നിന്നും ഇജക്ട് ചെയ്ത പൈലറ്റ് ഇറാൻ മണ്ണിൽ തന്നെ ലാൻഡ് ചെയ്തത് അമേരിക്കയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. സ്വന്തം സൈനികനെ ഇറാന്റെ അതിർത്തിക്കുള്ളിൽ നിന്നും ഏത് വിധേനയും പുറത്തെത്തിക്കാനുള്ള അതീവ രഹസ്യമായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അമേരിക്കൻ സേന തുടക്കമിട്ടും കഴിഞ്ഞു. ഈ രക്ഷാദൗത്യം പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഇറാൻ സൈന്യവുമായിട്ട് നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയോ ചെയ്താൽ അത് ഒരു ആഗോള യുദ്ധത്തിന്റെ വിളംബരമായി മാറും. മാത്രമല്ല, അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുണ്ടായ 48 മണിക്കൂർ നേരത്തെ വെടിനിർത്തൽ ആവശ്യം ഇറാൻ പുച്ഛിച്ചു തള്ളിയെന്ന വാർത്തകൾ ലോകത്തെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നു. പാകിസ്ഥാൻ മുഖേന അമേരിക്ക മുന്നോട്ട് വെച്ച ഈ സമാധാന ശ്രമം നിരസിക്കപ്പെട്ടതോടെ നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ അടയുകയാണ്. ഇതിനിടയിൽ IRGCയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച രണ്ടാമത്തെ F-35 വിമാനവും തകർത്തതായിട്ട് ഇറാൻ അവകാശപ്പെടുന്നത് അമേരിക്കൻ സൈനിക മേധാവികളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ലക്കൻ ഹീറ്റ് സ്ക്വാഡ്രോണിലെ ഈ വിമാനം തകർന്നതോടെ തങ്ങളുടെ ആയുധശേഷി എത്രത്തോളം മാരകമാണ് എന്ന് ഇറാൻ ലോകത്തിനു മുന്നിൽ കാട്ടിക്കൊടുക്കുക കൂടിയാണ്. നിലവിൽ പെന്റഗണും വൈറ്റ് ഹൗസും ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് വലിയൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇറാൻ മാധ്യമങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് അമേരിക്കൻ പൈലറ്റിനെ കണ്ടെത്താൻ സഹായം അഭ്യർത്ഥിക്കുന്നത് US സൈനിക കേന്ദ്രങ്ങളിൽ കടുത്ത അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. കാണാതായ 2 ക്രൂ അംഗങ്ങളെ കണ്ടെത്തുവാൻ അമേരിക്കൻ കമാൻഡോകൾ നടത്തുന്ന നീക്കങ്ങൾ വിജയിച്ചില്ല എങ്കിൽ വരും മണിക്കൂറുകളിൽ പശ്ചിമേഷ്യയിൽ നിന്നും കേൾക്കുക വലിയൊരു സ്ഫോടനങ്ങളുടെയും തിരിച്ചടിയുടെയും വാർത്തകൾ മാത്രമായിരിക്കും. ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സൈനിക നീക്കങ്ങൾക്കായിരിക്കും. ഗൗരവപരമായ ഈ സാഹചര്യം എങ്ങോട്ടാണ് ഇനി നീങ്ങുന്നത് എന്ന് വരും ദിവസങ്ങൾ പ്രവചിക്കും.